Third module, capacitance, piezoelectric and photoelectric transducers. ഇതിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് capacitance transducers, മറ്റൊന്ന് വന്നിട്ട് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്, മറ്റൊന്ന് ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഫസ്റ്റ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ, അത് വരുന്നത് പാരലൽ പ്ലേറ്റ് വേരിയബിൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്. അതിൻ്റെ പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് പഠിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം വർക്കിംഗ് ഓഫ് വേരിയബിൾ ഏരിയ, വേരിയബിൾ ഡിസ്റ്റൻസ് ആൻഡ് വേരിയബിൾ ഡൈഇലക്ട്രിക് ടൈപ്പ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിനുശേഷം ഡിഫറൻഷ്യൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേരിയബിൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ഓക്കെ, പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സിൽ വന്നിട്ട് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. അതുപോലെ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. അതുപോലെ അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട്, നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ വന്നിട്ടുള്ള അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് പഠിക്കണം. ടു ലിസ്റ്റ് ദ ആപ്ലിക്കേഷൻസ്, അതായത് ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സിൽ. അതിൽ നമ്മൾ പ്രഷർ മെഷർമെൻറ്റും ആക്സിലറോമീറ്ററുമാണ് നോക്കുന്നത്. അതുപോലെ അടുത്ത ഇത് വന്നിട്ട് ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. പിന്നെ ഫോട്ടോ എമിസീവ് സെല്ല്, പിന്നെ അതുപോലെ കണ്ടക്റ്റീവ് സെല്ല്, അതുപോലെ ഫോട്ടോ വോൾട്ടായിക് സെല്ല്, ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ്, അതുപോലെ സോളാർ സെല്ല്, ഫോട്ടോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസേഴ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ഈ മൊഡ്യൂളിൽ വരുന്നത്. ദ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്. ആദ്യമായിട്ട് നമുക്ക് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്താണെന്ന് നോക്കാം. നോട്ട് നോക്കിയിട്ട് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. The capacitive transducer is used for measuring the displacement, pressure and other physical quantities. നമ്മൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ പഠിച്ചു, ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ പഠിച്ചു, അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പഠിച്ചു. അതുപോലെ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിനും, അതുപോലെ പ്രഷർ മെഷർ ചെയ്യുന്നതിനും, അതുപോലെ നമ്മുടെ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ലിക്വിഡ് ലെവല്, അതുപോലെ ടെമ്പറേച്ചർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ, അല്ലേ? ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ. ദാറ്റ് മീൻസ് ഇറ്റ് റിക്വയർസ് എക്സ്റ്റേണൽ പവർ ഫോർ ഓപ്പറേഷൻ. അപ്പോൾ ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി നമ്മളൊരു എക്സ്റ്റേണൽ പവർ സോഴ്സ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് പറയുന്നത് പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറും അതുപോലെ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സും അതുപോലെ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എല്ലാം ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്? പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിലാണ് വരുന്നത്. ദ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് വേരിയബിൾ കപ്പാസിറ്റൻസ്. അപ്പോൾ വേരിയബിൾ കപ്പാസിറ്റൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ചെയ്യുന്നത്. The capacitive transducer comprises of two parallel metal plates that are separated by the material such as air, which is called as the dielectric material. അപ്പോൾ ഒരു കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ 2 പാരലൽ മെറ്റൽ പ്ലേറ്റ്സ് കാണും. ആ 2 പാരലൽ മെറ്റൽ പ്ലേറ്റ്സിനെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആ 2 പ്ലേറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ ചില കേസിൽ നമ്മൾ എയർ ആയിരിക്കും മീഡിയം, ചില കേസിൽ ലിക്വിഡ് ആയിരിക്കും, ചില കേസിൽ ചില മെറ്റീരിയൽസ് ആയിരിക്കും, മൈക്ക പോലുള്ള ചില മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ ആ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്ന ആ മെറ്റീരിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയും. എന്തെന്ന് പറയും? ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ. ആ 2 പാരലൽ പ്ലേറ്റ്സിൻ്റെ ഇടയിലുള്ള ആ മെറ്റീരിയലിനെയാണ് നമ്മൾ ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് എയർ ആകാം, ലിക്വിഡ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ മൈക്ക പോലെ ഏതെങ്കിലും സബ്സ്റ്റൻസുകളാണ്. In the typical capacitor, the distance between the two plates is fixed. അല്ലേ? നമ്മൾ സാധാരണ നോർമലി നമ്മൾ കണ്ടിട്ടുള്ള കപ്പാസിറ്റേഴ്സിലൊക്കെ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഫിക്സഡ് ആണ്. ബട്ട് ഇൻ വേരിയബിൾ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഈസ് വേരിയബിൾ. അപ്പം നമ്മൾ ട്രാൻസ്ഡ്യൂസേഴ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ ഉപയോഗിക്കുന്നത് വേരിയബിൾ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ, അതായത് വേരിയബിൾ കപ്പാസിറ്റൻസ് ട്രാൻസ്ഡ്യൂസർ, പാരലൽ പ്ലേറ്റ്. ഓക്കെ, പിന്നീട് പ്രിൻസിപ്പിൾ ഓഫ് വേരിയബിൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്.
നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കുക. ഈ ഫിഗർ കുറച്ച് എൻലാർജ് ചെയ്തിട്ടുള്ളൊരു ഫിഗറാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ടോപ്പ് പ്ലേറ്റ് കാണുന്നുണ്ട്, ഒരു ബോട്ടം പ്ലേറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു രണ്ട് പാരലൽ പ്ലേറ്റ്സ് എന്നാണ് അല്ലേ. ഇത് രണ്ടിനെ നമ്മൾ പാരലായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ടോപ്പ് പ്ലേറ്റ് ഒരു ബോട്ടം പ്ലേറ്റും. ഈ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ അല്ലേ, ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പ്ലേറ്റിൻ്റെ വിഡ്ത്ത് ഡബ്ല്യുവും അതിൻ്റെ ലെങ്ത് എല്ലും ആണ്. അതുപോലെ ഈ രണ്ട് പ്ലേറ്റും തമ്മിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡി എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ്. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, എന്തുകൊണ്ടാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്? നമ്മൾ രണ്ട് കപ്പാസിറ്ററിൻ്റെ രണ്ട് പ്ലേറ്റുകളും പാരലലിയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്ലേറ്റ്സ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസിൽ വേരിയേഷൻ വരാം, അതുകൊണ്ടാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു സ്കീമിൽ രണ്ട് പാരലൽ പ്ലേറ്റ് ഒരു ഡൈഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന കപ്പാസിറ്റൻസ് സി എന്ന് പറയുന്നത് എപ്സിലോൺ ഇൻറ്റു ക്യാപിറ്റൽ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി പ്ലേറ്റ്, അതുപോലെ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്. എ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ രണ്ട് പ്ലേറ്റും എന്താണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. ഈ രണ്ട് പ്ലേറ്റ്സും തമ്മിൽ ഓവർലാപ്പ്, ഇതിപ്പം കംപ്ലീറ്റ് ആയിട്ട് രണ്ടും ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. വേരിയബിൾ ഏരിയ പഠിക്കുമ്പോൾ ഞാൻ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷനാണ് കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഡി. അതിൽ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഇവിടെ നോക്കിയോളൂ, എപ്സിലോൺ എന്ന് പറയുന്നത് എപ്സിലോൺ ആർ ഇൻറ്റു എപ്സിലോൺ സീറോ. അപ്പോൾ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, എപ്സിലോൺ സീറോ എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി. അപ്പം പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയമാണ് എഫ് ബൈ എം, ദാറ്റ് മീൻസ് ഫാരഡ് പെർ മീറ്റർ ആണ്. എ എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ഏരിയ, ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ്. ഓക്കെ, the change in capacitance occurs because of the physical variables like displacement, force, pressure, etc. അതായത് നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരുന്നുണ്ട്. The capacitance of the transducer also changes by the variation in their dielectric constant, which is usually because of the measurement of liquid or gas level. നമ്മുടെ ലിക്വിഡോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് ലെവലൊക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ഡൈഇലക്ട്രിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾക്ക് മെഷർ ചെയ്യേണ്ടുന്ന ലിക്വിഡ് അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസിനെ പ്ലേസ് ചെയ്യും. അപ്പോൾ ആ ഡൈഇലക്ട്രിക്കിൻ്റെ വേരിയേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, കപ്പാസിറ്റൻസിന് വേരിയേഷൻ വരും. ഓക്കെ, ദ കപ്പാസിറ്റൻസ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഈസ് മെഷേർഡ് വിത്ത് ദ ബ്രിഡ്ജ് സർക്യൂട്ട്. ദ ഔട്ട്പുട്ട് ഇമ്പഡൻസ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഈസ് ഗിവൺ ആസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിലേക്ക് ഔട്ട്പുട്ട് വളരെ ചെറിയ വോൾട്ടേജ് ആയിരിക്കും, മൈക്രോ ഫാരഡൊക്കെ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് ചെറിയ വേരിയേഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബ്രിഡ്ജ് സർക്യൂട്ട്, നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് സർക്യൂട്ടിൽ ഒരു ആമുമായിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഇമ്പഡൻസ് ആണ് വേണ്ടിയത്. ഇമ്പഡൻസ് എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് തന്നെയാണ് പറയുന്നത് ഇമ്പഡൻസ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു എഫ് സി ആണ്. എക്സ് സി എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, എക്സ് സി എന്ന് പറയുന്നത് 1/2 പൈ ഇൻറ്റു എഫ് സി ആണ് അല്ലേ. എഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസിയും, സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസുമാണ്. നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് എക്സ് എൽ പഠിച്ചു, എന്താണ് എൽ ഒമേഗ എന്നാണ് പഠിച്ചല്ലേ, എൽ ഇൻറ്റു 2 പൈ എഫ്. ഇവിടെ എക്സ് സി എന്ന് പറയുന്നത് 1/2 പൈ ഇൻറ്റു എഫ് സി ആണ്. സി എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ്, എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് എക്സൈറ്റേഷൻ ഇൻ ഹെഡ്സ് ആണ്. The capacitive transducer is mainly used for measurement of linear displacement. The capacitive transducer uses the following 3 effects. അപ്പോൾ കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ മെയിനായിട്ട് നമുക്ക് ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അപ്പം മെയിനായിട്ട് 3 എഫക്ട്സ് ആണ് ഇതിൽ വരുന്നത്. ഒരു കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിൽ 3 എഫക്ട്സ് കാരണമാണ് ഇതിൽ കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരുന്നത്. ഒന്ന്, വേരിയേഷൻ ഇൻ കപ്പാസിറ്റൻസ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഈസ് ബിക്കോസ് ഓഫ് ദ ഓവർലാപ്പിംഗ് ഓഫ് കപ്പാസിറ്റർ പ്ലേറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓവർലാപ്പിംഗ് ഏരിയ, അതായത് ഏരിയ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് കപ്പാസിറ്റൻസ് വേരിയേഷൻ വരാം. ദ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഈസ് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പം രണ്ട് പ്ലേറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ വേരിയേഷൻ വന്നിട്ട് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരാം. The capacitance changes because of a dielectric constant.
അപ്പം ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അപ്പം നമ്മൾ രണ്ട് പ്ലേറ്റ്സിൻ്റെ ഇടയിൽ വയ്ക്കുന്ന ഡൈഇലക്ട്രിക് കോയിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ഏരിയയിലുള്ള ചേഞ്ച് കൊണ്ട് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് കൊണ്ട് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരാം. അതുപോലെ ഡൈഇലക്ട്രിക്, അതായത് നമ്മൾ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ വയ്ക്കുന്ന ഡൈഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ വേരിയേഷൻ വരുന്നത് കൊണ്ട് കപ്പാസിറ്റൻസ് വേരിയേഷൻ. അപ്പോൾ നമുക്ക് ആ മൂന്ന് സ്കീം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വേരിയബിൾ ഏരിയ, അതുപോലെ ഇതാണ് നോക്കിയേ. ഇവിടെ നമ്മളെന്താണ് ഈ ട്രാൻസ്ഡ്യൂസർ യൂസിങ് ദ ചേഞ്ച് ഇൻ ദ ഏരിയ ഓഫ് പ്ലേറ്റ്. ഏരിയ ഓഫ് പ്ലേറ്റിൽ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ രണ്ട് പാരലൽ പ്ലേറ്റ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഫിക്സഡ് പ്ലേറ്റും റൈറ്റ് സൈഡിൽ ഒരു മൂവിങ് പ്ലേറ്റുമാണ്. അപ്പോൾ ഇത് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് ഇത്ര ഏരിയയിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് ആണ്. ഇവിടെ ഏരിയ ഓഫ് ഓവർലാപ്പിംഗ് വരുന്നത് എക്സ് ഇൻറ്റു അല്ലേ, ഡിസ്റ്റൻസ് എക്സ് ഇൻറ്റു ഇതിൻ്റെ വിഡ്ത്ത് ഡബ്ല്യു ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എപ്സിലോണിൻ്റെ എക്സ് ഇൻറ്റു ഡബ്ല്യു ബൈ ഡി ഫാരഡ്. അപ്പോൾ ഈ ഇത്ര ഏരിയയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റൻസ് കപ്പിൾ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്ലേറ്റ് കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ എക്സിൻ്റെ വാല്യൂ കൂടും, അതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വാല്യൂ കൂടും. ഇപ്പോൾ പ്ലേറ്റ്സ് റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓവർലാപ്പിംഗ് ഏരിയ കുറയും, കപ്പാസിറ്റൻസ് കുറയും. വളരെ സിമ്പിളാണ് അല്ലേ. The equation above shows that the capacitance is directly proportional to the area of the plates. അല്ലേ, the area of the capacitance transducer changes linearly with the capacitance and the displacement. X എന്ന് പറയുന്നത് length of overlapping part of the plate, W the width of the overlapping part of the plate. The sensitivity of the displacement is constant and therefore it gives the linear relationship between the capacitance and the displacement. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡോ സി ഡിവൈഡഡ് ബൈ ഡോ എക്സ്. അപ്പം ഈ ഒരു ടേമിന് എപ്സിലോൺ എക്സ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡിന് നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ എന്ത് എക്സിന് വേരിയേഷൻ വരുന്നതിനനുസരിച്ച് ഈ കപ്പാസിറ്റൻസിന് എന്ത് വേരിയേഷൻ വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, എപ്സിലോൺ ടൈംസ് ഒമേഗ ഡിവൈഡഡ് ബൈ ഡി എന്ന് വരും. അപ്പോൾ ഡോ എക്സ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താവും, യൂണിറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമുക്ക് സെൻസിറ്റിവിറ്റി എന്തായിട്ട് വരുന്നത്, ഡോ സി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡി ഫാരഡ് പെർ മീറ്റർ ആയിട്ട് വരുന്നത്. അപ്പം ഇതെന്താണ് ഇത് പറയുന്നത്, സെൻസിറ്റിവിറ്റി ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് കോൺസ്റ്റന്റ് and therefore it gives the linear relationship between capacitance and displacement. കപ്പാസിറ്റൻസും അതായത് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റൻസ് ലീനിയർ ആയിട്ട് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യുന്നതിനുള്ളൊരു സ്കീമാണ് ഈ കാണിച്ചിരിക്കുന്നത്. The capacitive transducer is used for measuring the angular displacement. It is measured by the movable plates shown below. One of the plates of the transducer is fixed and the other is movable. അപ്പോൾ ഇതിൽ ഒരു പ്ലേറ്റ് ഫിക്സഡ് പ്ലേറ്റ് ആണ്. അതിനുശേഷം ഏത് നമ്മൾ മൂവ്മെൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഈ പ്ലേറ്റുമായിട്ടാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ തീറ്റ എന്ന് പറയുന്ന അത്ര ഏരിയയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, ഏരിയ ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കപ്പിൾ ചെയ്യുന്ന ഏരിയ കൂടും, അതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വേരിയേഷൻ വരും. ദ ഫേസർ ഡയഗ്രാം ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഇസ് ഷോൺ ബിലോ. അപ്പോൾ കപ്പാസിറ്റൻസും ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് തമ്മിലുള്ള ഒരു ഫേസർ ഡയഗ്രമാണ്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടുന്നു ലീനിയർ ആയിട്ട്. The angular movement changes the capacitance of the transducers. The capacitance between them is maximum when the plates overlap each other. The 180 degree is the maximum value of angular displacement of the capacitor. അപ്പോൾ ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്തിരിക്കുമ്പോഴാണ് അത് 180 ഡിഗ്രി ആവുന്നത്. ഓക്കെ, അവിടെയായിരിക്കും മാക്സിമം കപ്പാസിറ്റൻസ് വരുന്നത്. ഇനി അടുത്തത് ട്രാൻസ്ഡ്യൂസർ യൂസിങ് ദ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അപ്പം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. അതായത് കപ്പാസിറ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ്. അപ്പം ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് കപ്പാസിറ്റേഴ്സിൻ്റെ രണ്ട് പ്ലേറ്റ്സുകളാണ്. അപ്പോൾ അത് തമ്മിൽ ഒന്ന് ഫിക്സഡ് പ്ലേറ്റ് ഒന്ന് മൂവിങ് പ്ലേറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ്സ് ഈസ് ഡി.
The capacitance of the transducer is inversely proportional to the distance between the plates. Okay, അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സും അതുപോലെ കപ്പാസിറ്റൻസും ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലാണ്. അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കുറയും. The one plate of the transducer is fixed, ഒരെണ്ണം ഫിക്സഡ് ആണ്, ആൻഡ് the other is movable, ഒരെണ്ണം മൂവബിൾ ആണ്. The displacement which is to be measured is linked to the movable plate. അപ്പം നമുക്ക് മെഷർ ചെയ്യേണ്ടുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ മൂവിങ് പ്ലേറ്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്തിരിക്കുന്നത്. The capacitance is inversely proportional to the distance because of which the capacitor shows a non-linear response. അല്ലെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ അതൊരു നോൺ ലീനിയർ റിലേഷൻ ആയിരിക്കും. Such type of transducer is used for measuring the small displacement. The phasor diagram of the capacitor is shown. അപ്പോൾ ഇത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരു നോൺ ലീനിയർ റിലേഷൻ ആണ്. അപ്പോൾ ചെറിയ സ്മോൾ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്മോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ചെറിയ സ്മാൾ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ളൊരു ചെറിയ സ്മാൾ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ലീനിയർ ആയിരിക്കില്ലേ. അപ്പോൾ സ്മോൾ ഡിസ്റ്റൻസിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് ഒരു ചെറിയ നമുക്കൊരു ലീനിയർ ആയിട്ടല്ലേ, ഒരു ചെറിയ ഇതാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലീനിയർ റിലേഷൻ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്മാൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള മെഷർമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ട്രാൻസ്ഡ്യൂസർ യൂസിങ് ദ ചേഞ്ച് ഇൻ ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് അതും എന്താണ്, ഇപ്പോൾ രണ്ട് പ്ലേറ്റുകൾ, ടോപ്പ് പ്ലേറ്റും ബോട്ടം പ്ലേറ്റും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന ഡൈഇലക്ട്രിക്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക്കിനെ മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഡൈഇലക്ട്രിക് ഇപ്പോൾ കുറച്ചാണ് വന്നേക്കുന്നത്. ഈ ഡൈഇലക്ട്രിക് കുറച്ചുകൂടെ ഉള്ളിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ കൂടും. ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തതാണ് ഇത്. In this capacitive transducer, the dielectric material between the two plates changes, due to which the capacitance of the transducer also changes. അല്ലേ, ഡൈഇലക്ട്രിക് മെറ്റീരിയൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റൻസിൽ വേരിയേഷൻ വരും. ദ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ഫോർ എ ഗിവൺ പ്ലേറ്റ് ഏരിയ ആൻഡ് സെപ്പറേഷൻ. ഒരു ഒരു പർട്ടിക്കുലർ പ്ലേറ്റ് ഏരിയയും ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വെച്ചേക്കുന്ന ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഡൈഇലക്ട്രിക് മീഡിയം വേരി ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ ഉണ്ടാവും. ഹിയർ ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ആർ ഫിക്സഡ് ആൻഡ് എ മൂവിംഗ് ഒബ്ജക്റ്റ് ഹാവിംഗ് സം ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എപ്സിലോൺ ആർ ഈസ് മൂവിംഗ് ഇൻ ടു ദ പ്ലേറ്റ്. ഓക്കെ, അപ് ടു L2 ലെങ്ത് ദ കപ്പാസിറ്റർ ഈസ് ഫിൽഡ്. നോക്കിയേ, ഇവിടെ നോക്കുമ്പം L1 എന്ന് പറയുന്ന ലെങ്ത്, ഇപ്പോൾ പ്ലേറ്റ്സ് കൊണ്ട് L1 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ ഇപ്പോൾ എയർ ആണ് ഡൈഇലക്ട്രിക് മീഡിയം. L2 എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ, അല്ലേ, L2 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിൽ എന്താണ്, ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലാണ് ഫിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, L ആണ്, അല്ലേ, L1 + L2 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് W. അപ്പോൾ L1 + L2 ഇൻറ്റു W. അപ്പോൾ L1 എന്ന് പറയുന്നത് എയർ ആണ് ഡൈഇലക്ട്രിക് മീഡിയം, L2 എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കും. അപ്പം അത് കപ്പിൾ ചെയ്യുന്നതിനനുസരിച്ച്, അത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കപ്പാസിറ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും. നോക്കിയോളൂ, അപ് ടു ലെങ്ത് L2 ദ കപ്പാസിറ്റർ ഈസ് ഫിൽഡ് വിത്ത് ഡൈഇലക്ട്രിക് ഹാവിങ് എ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ ആർ ആൻഡ് L1 ലെങ്ത് ഹാവ് എയർ. അപ്പോൾ L2 എന്ന് പറയുന്ന ലെങ്തിൽ ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയലും L1 എന്ന് പറയുന്ന ലെങ്തിൽ എയറും ആണെന്ത്, ഡൈഇലക്ട്രിക് മീഡിയം. ദ കപ്പാസിറ്റൻസ് ഇൻ ദിസ് കോമ്പിനേഷൻ ഈസ് C is equal to epsilon 0 into W, അല്ലെ, epsilon 0 into W. W എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ലെങ്ത്, വിഡ്ത്ത് ഇൻറ്റു L1 പ്ലസ്, അല്ലെ, L1 ഇൻറ്റു എയറിൻ്റെ പെർമിറ്റിവിറ്റി എത്രയാണ്, 1 ആണ്. അതുകൊണ്ടാണ് L1 പ്ലസ് എപ്സിലോൺ R ഇൻറ്റു L2 എന്ന് എടുക്കുന്നത്. അപ്പം L1 പ്ലസ്, അല്ലെ, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L1 പ്ലസ് L2 ആണ്. L2 എന്ന് പറയുന്നത് ഇവിടെ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ R ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, L2 ഇൻറ്റു എപ്സിലോൺ R പ്ലസ് L1. ഇതാണ് ഇതിൽ വരുന്ന കപ്പാസിറ്റൻസ്. ആസ് ദ ഓബ്ജക്റ്റ് മൂവ്സ് ഇൻ ടു ദ കപ്പാസിറ്റർ ദ വാല്യൂ ഓഫ് L2 ഇൻക്രീസ് ആൻഡ് ഹെൻസ് ദ കപ്പാസിറ്റർ C ഇൻക്രീസസ്. അപ്പോൾ ഈ L2 കൂടുന്നതിനനുസരിച്ച് L2 കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതാണ് കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ അതായത് മൂന്ന് എഫക്ട്സുകൾ. ഒന്ന് ഏരിയ ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നു, മറ്റൊന്ന് ഏരിയ വേരി ചെയ്യുന്നു, മറ്റൊന്ന് ഡൈഇലക്ട്രിക് മെറ്റീരിയൽ
വേരി ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.